അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മുഅ്മിനിന്റെ വിജയത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം, ഒരു സ്വഭാവമാണല്ലോ തവാദുഉ, താഴ്മ ഉള്ളവനാവുക. ഒരിക്കലുപോലും അവൻ കിബറുള്ളവൻ ആയിപ്പോകരുത്. താഴ്മ ഉള്ളവനിക്ക് മാത്രമേ അല്ലാഹുവിൻ്റെ അടുക്കൽ വിജയമുള്ളൂ. അത്രത്തോളം ഒരു മനുഷ്യൻ താഴ്മ ചെയ്യുന്നു, തവാദുഉയോടുകൂടെ അവൻ ജീവിക്കുന്നു, അവൻ അത്രമാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുകയാണ്. ധാരാളം സ്ഥാനമാനങ്ങൾ അല്ലാഹു കൊടുത്ത് അവനെ ഉന്നതിയിലേക്ക് എത്തിക്കുകയാണ്. അതേ സമയത്ത് ഒരാൾ കിബർ നടിക്കുന്നു, അഹങ്കാരത്തോടു കൂടെ ജീവിക്കുമ്പോൾ അവനെ അല്ലാഹു താത്തുകയാണ്. അപ്പോൾ ഒരു മുഅ്മിനിന്റെ വിജയത്തിന്റെ അടയാളമാണ് അവൻ തവാദു ഉള്ളവനാവുക, വിനയമുള്ളവനാവുക എന്ന്. അപ്പോൾ ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിനോട് ആരോ ഒരാൾ ചോദിച്ചു, ഒരു മനുഷ്യനെ കുറിച്ച് തവാദു ഉണ്ട്, അവനിക്ക് താഴ്മയുണ്ട് എന്ന് എങ്ങനെ മനസ്സിലാക്കാം? എപ്പോഴാണ് ഞാനൊരു തവാദു ഉള്ളവനാവുക? ഞാൻ എന്ത് ചെയ്താലാണ് തവാദുള്ളവൻ ആവുക എന്ന് ബഹുമാനപ്പെട്ടവരോട് ചോദിക്കപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ടവർ നൽകിയ ഒരു മറുപടി ശ്രദ്ധയോടുകൂടെ കേൾക്കേണ്ട ഒരു മറുപടിയാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഇദാ ലം ലിൽ നഫ്സിഹി മഖാമൻ വലാ ഹാനൻ, നിന്റെ നഫ്സിനിക്ക്, നിന്റെ ശരീരത്തിനിക്ക് ഒരു സ്ഥാനമുണ്ട് എന്ന് ഒരു നിലക്കും ഏതെങ്കിലും ഒരു രീതിയിൽ എനിക്കൊരു വിലയുണ്ട്, എനിക്കൊരു സ്ഥാനമുണ്ട്, ഞാനൊരു തരക്കേടില്ലാത്തവനാണെന്ന് ചിന്തിക്കലോടുകൂടെ നീ കിബറനാവുകയാണ്. അങ്ങനെ ഒരു ചിന്ത വരാത്ത കാലത്തോളം നീ താഴ്മയുള്ളവനാണ്, നീ തവാദുഉള്ളവനാണ്, വിനയമുള്ളവനാണെന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നമുക്കൊരു കയ്യുമില്ല, നമുക്കൊരു അധികാരവുമില്ല, നമുക്ക് വലിയൊരു സ്ഥാനമൊന്നുമില്ല. പക്ഷേ പലപ്പോഴും ഞാനൊരു സ്ഥാനമുള്ളവനാണെന്നും ഞാനൊരു തരക്കേടില്ലാത്തവനാണെന്നും ഞാൻ വലിയൊരു ഉഷാരാണെന്ന് ചിന്തിച്ച് പലപ്പോഴും നാം അങ്ങനെ ജീവിക്കുക. എവിടെയോ നമ്മുടെ കൽബിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ട്, വരാനുണ്ട്. ഒരിക്കലും പോലും അത് വരരുത്. അത് വരുന്നിടത്തോളം ഞാനൊരു താഴ്മയുള്ളവൻ, തവാദുഉള്ളവൻ ആവുകയില്ല എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും ബഹുമാനപ്പെട്ടവർ പറയുന്നു, വലാ യുറാ ഹുവ ശർറുൻ മിൻഹു, ഈ ഭൂമി ലോകത്ത് എന്നെക്കാളും ചീത്തയായവൻ, എന്നെക്കാളും മോശപ്പെട്ടവൻ, എന്നെക്കാൾ ഷറായവൻ വേറെ ഒരാളുമില്ല എന്ന് ചിന്തിക്കുന്ന കാലത്തോളം ഞാനൊരിക്കലും തവാദുഉള്ളവൻ, വിനയമുള്ളവൻ ആവുകയില്ല. എന്താണ്? തൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ ഞാൻ വളരെ താഴ്മയുള്ളവനാണ്. തൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ, തൻ്റെ കുടുംബക്കാരുടെ ഇടയിൽ, ഞാനുമായി ബന്ധപ്പെട്ടവർ ജീവിക്കുന്ന സമയത്ത് എല്ലാവരെക്കാളും മോശപ്പെട്ടവനും, എല്ലാവരെക്കാളും സ്ഥാനം കുറഞ്ഞവനും, എല്ലാവരെക്കാളും ഷർറായവന് ഞാനാണെന്ന് ചിന്തിക്കുന്ന കാലത്തോളം ഞാനൊരു തവാദുഉള്ളവൻ ആവുകയില്ല എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ വലിയൊരു തവാദുഉള്ളവനാണെന്നാണ്, ഞാൻ വലിയ വിനയമുള്ളവനാണ് എന്നാണ്, എനിക്ക് കിബറില്ല എന്ന് പലപ്പോഴും നാം അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ഷർത്ത് വെച്ച് ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും കിബറന്മാരല്ലേ? നമ്മളൊരിക്കലും തവാദു, വിനയം, അതേ താഴ്മ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളോ? നമ്മളെക്കുറിച്ച് അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് നാം സ്വയം നമ്മളോട് തന്നെ ചോദിക്കുക. അതേ പലപ്പോഴും നാം ചിന്തിക്കുന്നത് ഞാൻ തരക്കേടില്ല, എന്നെ പോലെ നിസ്കരിക്കുന്നവനില്ല, എന്നെ പോലെ ഖുർആൻ ഓതുന്നവനില്ല, എന്നെ പോലെ അല്ലാഹുമായി ഇടപെടുന്നവൻ ഇല്ല, എന്നെ പോലെ തഹജ്ജുദ് നിസ്കരിക്കുന്നവനില്ല, എന്നെ പോലെ ദുഹാ നിസ്കരിക്കുന്നവനില്ല, എന്നെ പോലെ വിവരമുള്ളവനില്ല എന്ന് പലപ്പോഴും നാം തന്നെ പറഞ്ഞ് കുറേ ധാരണകൾ
വരുത്തിയിരിക്കുകയാണ്. ഒരിക്കലും അങ്ങനെയല്ല. അങ്ങനെ ചിന്തിക്കുന്ന കാലത്തോളം നമ്മുടെ ഖുർആനോത്തിനോ നമ്മുടെ ഇബാദത്തുകൾക്കോ നമ്മുടെ ദിക്റിനോ നമ്മുടെ സ്വലാത്തിനോ യാതൊരു വില ഉണ്ടാവുകയില്ല. ഒരു മുഅ്മിനാണോ അവൻ തവാദു ഉള്ളവനാകണം. ഒരു മുഅ്മിനാണോ അവൻ നല്ല വിനയമുള്ളവനാകണം. അപ്പോഴേ അവൻ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകൾക്ക് അതിന് വലിയ പ്രതിഫലം, പൂർണ്ണമായ പ്രതിഫലം കിട്ടണമെങ്കിൽ ഈ സ്വഭാവം ഉണ്ടായേ തീരൂ. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ നമ്മളെ മനസ്സിനെ ആ നിലക്ക് നാം പാകപ്പെടുത്തിയെടുക്കണം. ഞാനൊന്നുമല്ല എന്ന രീതിയിൽ എന്നെ ഞാൻ തന്നെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം. അതാണ് ഒരു മുഅ്മിനിന്റെ ബാധ്യത. അപ്പോഴേ ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ തവാദുഉള്ള വിനയമുള്ള ഒരു മുഅ്മിൻ ആവുകയുള്ളൂ എന്ന് വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെട്ട നല്ല തവാദുഉള്ള വിനയമുള്ള അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.